Alright, moving on. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി ഏറെ ബഹുമാനത്തോടെ ഷെഫ് പല്ലിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടി നൽകി തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. Thank you so much for accepting our invitation and being here today. നമസ്കാരം. ഒരുപാട് സന്തോഷമായിട്ടാണ് നമുക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട റിയാസ് ഭായിയെ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹം ഈ ഒരു സിനിമയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് കുറേ ഡിസ്കഷൻ ലൈബ്രറിയിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങിയ സമയം വരെ അവിടെ വന്നിരുന്ന് അതിനെക്കുറിച്ച് പറയുന്നതും അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുകയും അതുപോലെ സലാമിക്ക അദ്ദേഹത്തിനെയും അവരുടെ അടുത്ത് ഒരു എഫർട്ട്, കാരണം ഈ സിനിമയുടെ ഇടയിൽ ആ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലുണ്ടായ കാര്യങ്ങളിലൊക്കെ കുറേയൊക്കെ നമുക്ക് എൻ്റെ ഭാഗമാകാൻ പറ്റുകയും കുറേ ഹെൽപ്പൊക്കെ എൻ്റേതായ രീതിയിൽ ചെറിയ സംഭവമൊക്കെ ചെയ്യാൻ പറ്റി. പക്ഷേ ആ ഒരു എഫർട്ട് ഇത്രയും ഒരു സിനിമയുടെ കൂടുതൽ ഒരു സിനിമ എങ്ങനെ ചെയ്യുന്നു അല്ലെ അതിന് ഇത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് അറിഞ്ഞത് ഇവരുടെ കൂടെ കുറേ നാൾ പോയപ്പോഴാണ്. അപ്പോൾ എനിക്കതിന് ഒരുപാട് ബഹുമാനമുണ്ട്. ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട ആൾക്കാരും അവരുടെ മുമ്പിൽ വരാൻ പറ്റി. ഇതിനകത്ത് ചെറിയൊരു വേഷം നമ്മുടെ പുതിയ റെസ്റ്റോറൻറ്റിൽ മീനിൽ അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സോങ്, അതിനകത്ത് അഭിനയിക്കാൻ പറ്റി. അപ്പോൾ താങ്ക് യു സോ മച്ച് സലാമിക്ക, റിയാസ് ഭായ്, പ്രൊഡ്യൂസേഴ്സ്, പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗോപിച്ചേട്ടനാണ് എൻ്റെ മ്യൂസിക്. അപ്പോൾ അതിന് എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. എൻ്റെ ഈ ഒരു സിനിമ വലിയ രീതിയിൽ നല്ല രീതിയിൽ, കാരണം എൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്ത ക്രൂവിൻ്റെ എഫർട്ട് നേരിട്ട് കണ്ട ഒരാളെന്ന നിലയിൽ വലിയൊരു വിജയമാവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മാത്യുവിൻ്റെ സിനിമ നമ്മുടെ എല്ലാവരുടെയും. സോ താങ്ക് യു സോ മച്ച്. Thank you so much, sir. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി അഭിരാമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഭിരാമം ഈ ഒരു സിനിമയിൽ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു റോളാണ് ചെയ്തിരിക്കുന്നത്. We request you to kindly come on stage and speak a few words. എല്ലാവർക്കും നമസ്കാരം. സിദ്ദിഖ, ഹായ്. എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. താങ്ക് യു സലാം ബുഖാരി, റിയാസ് ഭായ്, അഷർ ഭായ് ഈ സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ചതിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ക്ഷണിക്കാതിരിക്കാമായിരുന്നു, പക്ഷേ ഞാൻ ഈ സിനിമയുടെ ഭാഗമായി അങ്ങനെ കുറച്ചധികം ദിവസം അല്ലെ ഒരു വർഷത്തെ ടൈം സ്പാനിൽ ചെയ്ത ഒരു സിനിമയാണ്. നമ്മൾ വന്നും പോയി അതിനിടയിൽ വേറെ സിനിമകളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും വീണ്ടും ഉടുമ്പൻചോല ഫാമിലിയിലേക്ക് തിരിച്ചെത്തുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷേ സിനിമ തീരുമ്പോഴേക്കും നല്ല സന്തോഷമുണ്ട്, അതിലുപരി ചാരിതാർത്ഥ്യമുണ്ട്. ഈ സിനിമയിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. സിനിമ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഇനി മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. താങ്ക് യു. Thank you. We are all eagerly waiting to see your performance in the movie. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജിനോ ജോസ്. The very talented actor ജിനോ ജോസിനെ ആശംസകൾ അറിയിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ഡിഫറെന്റ് ലുക്കിലാണ് അദ്ദേഹം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ലുക്കാണോ ഇത്? ഹായ്, ഗുഡ് ഈവനിങ് എവരിബഡി. വളരെ സന്തോഷമുണ്ട് സാറാമിക്കാരിയുടെ സിനിമയിൽ ഭാഗമാകാനായിട്ട്. ആൻഡ് ബിഗ് താങ്ക് യു ടു ഓൾ പീപ്പിൾ ഗാദർഡ് ഹിയർ, ഓൾ പ്രൊഡ്യൂസേഴ്സ് and all my fellow cast members. Nandi, namaskaram. Thank you. Thank you so much. അടുത്തതായി രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ടിനി ടോമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടിനി ചേട്ടാ, പ്ലീസ് കം ഓൺ സ്റ്റേജ്. നല്ലൊരു കൈയടി നൽകുന്നതിനെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. You have ടിനി ടോം with us on stage. സംസാരിക്കണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ മൈക്കെടുത്ത ഒന്നില്ലെങ്കിൽ എയർലോ അല്ലെങ്കിൽ വേർലോ, കാരണം പറയാനുള്ളത് ഞാൻ കൃത്യം പറയുകയും ചെയ്യും. അതിന് മടി കാണിക്കാറില്ല. എല്ലാം വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള സലാം ബുഖാരി, സിദ്ദിഖ പറഞ്ഞ പോലെ തന്നെ എപ്പോഴാണ് പരിചയപ്പെട്ടെന്ന് ഓർമ്മില്ല. ജനിച്ച അന്ന് പോലെ കണ്ടതുപോലെ, കാരണം ജാക്കി ചാൻ്റെ മാസ്റ്ററിൻ്റെ പോലെ വിളിക്കുന്നത്. അപ്പോൾ മലയാള സിനിമയുടെ മാസ്റ്ററായി മാറട്ടെ. എല്ലാവരും അടുത്ത ഗോപി സുന്ദർ എല്ലാ ആക്ടേഴ്സിനെ കൊണ്ട് പാടിച്ചിട്ടുള്ളതാണ്. എന്നെ കൊണ്ട് വരെ പാടിപ്പിച്ചു. മംഗ്ലീഷിലെ ദുൽഖറിനൊപ്പം മംഗ്ലീഷ് എന്നുള്ള പാട്ട്. പിന്നെ സിദ്ദിഖ എൻ്റെ അഭിനയത്തിൽ ചിലരെ ഞാനിങ്ങനെ കാണുന്നവരാണ് ഗുരുക്കന്മാരായിട്ട്. എല്ലാ സിനിമ ഇറങ്ങിയാലും ആകെ ഒരു സ്റ്റാറിനെ വിളിക്കാറില്ല, സിദ്ദിഖിനെ വിളിക്കാറില്ല, വേറെ ആരും വിളിച്ച് പറയാറില്ല. അൻവർ റഷീദും അമൽ എന്നൊക്കെ പറഞ്ഞാൽ മഹാരാജാസ് കോളേജാണ് ഞങ്ങൾ. രണ്ട് ധ്രുവങ്ങളിലായിരുന്നു, രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലായിരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷനിൽ ഒരുമിച്ച് പോയിട്ട് മത്സരിച്ച് ഈ അടുത്ത് വൈറലായിരുന്നു. അമലിൻ്റെ ഫോട്ടോഗ്രാഫിയിൽ ഫസ്റ്റ് കിട്ടിയത്, ഞാൻ മിമിക്രിയിലൊക്കെ പ്രൈസ് കിട്ടിയത്. ജോജു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ ഇഷ്ടം
കഷ്ടപ്പെട്ട് ജീവിച്ച ഒരുമിച്ച് കെട്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരാണ്. പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് പട്ടാളക്കാരായിരുന്നു. പക്ഷേ മാർച്ച് ഫാസ്റ്റ് ഒന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നാറടിയുള്ള ആൾക്കാർ. ലാസ്റ്റ് ലാൽജോ സാർ പുറകെ പിടിച്ച് നിർത്തി. കാരണം ഒരാളിങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കും. ഒരു ബന്ധമില്ല. ഞാൻ മിലിറ്ററി അല്ല മിമിക്രി അന്ന് പറഞ്ഞത്. അപ്പം എല്ലാവരും അടുത്ത ആൾക്കാരാണ്. സലാം ബുക്കാരിക്ക് എല്ലാ വിശ്വസം നേരുന്നു. എനിക്ക് മ്യൂസിക് ഭയങ്കര മ്യൂസിക്കായിട്ട് ബാസി പോയാൽ ബാസി ഉണ്ട് അയ്യോ മൈ ബ്രദർ. അപ്പോൾ മ്യൂസിക്കായിട്ട് ഞങ്ങൾ കൂടിയിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. വീക്കെൻഡിൻ്റെ മ്യൂസിക് പോലെ തോന്നി എനിക്ക്. ആദ്യത്തെ ഇലക്ട്രോണിക് ഭയങ്കര സ്റ്റൈലിഷ്, ഭയങ്കര രസമായിട്ടുണ്ട്. ഞാനതിൻ്റെ ഒരു ഫാനാണ്. ഇതാരാന്നുള്ളത് എനിക്ക് തോന്നുന്നു മാത്യു തന്നെ ആയിരിക്കും. വോൾവറിൻ, മലയാളത്തിൻ്റെ ഒരു വോൾവറിനായിട്ട് മാറട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. ഒരാളുടെ മെസ്സേജും കൂടി അറിയിക്കാൻ പറഞ്ഞു. അനിൽ രാധാകൃഷ്ണൻ മേനോൻ, ചാച്ചു, നമ്മളെല്ലാം ചാച്ചു എന്ന് വിളിക്കും. അദ്ദേഹത്തിന് വരാനിരിക്കാൻ ഞങ്ങൾ ഒരുമിച്ച്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്സെറ്റായി. എന്താ പറ്റിയതെന്നുള്ളത് ഞാൻ പറയരുതെന്നും പറഞ്ഞു. എൻ്റെ അടുത്ത് എന്നെ പേടിയെ വിളിക്കുക, ഞാനത് വിളിച്ച് പറയുന്നുള്ളത്. ചെറിയൊരു ഹെൽത്തിൻ്റെ ഇഷ്യൂ ഉള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. ഇൻഷാല്ലാ നന്നായിട്ട് വരട്ടെ. സലാം ബുഖാരി. ബാസി ബുഹാരി എന്നുണ്ടോ ഹോട്ടലിൻ്റെ പേരാണ്. ബുഖാരി അല്ലേ ശരിക്കും? ഇന്ത്യക്കാരനാണ് ശരിക്കും? ഇന്ത്യൻ അല്ലേ? അല്ല, ഞാൻ ശ്രദ്ധിക്കാറുള്ളത് ഇവിടെ നിന്നാ വന്നത്. ഒരു ഏരിയയിലൊക്കെ വന്ന പോലെയാണ്. പെട്ടെന്ന് നമ്മുടെ മുന്നിൽ അണ്ണൻ തമ്പിയില് ഫാദറിന്റെ. ഞാൻ ഒരു കഥ കൂടി പറഞ്ഞോട്ടെ. കാരണം എന്നെ സിനിമയിലേക്ക് കയറാനുള്ളൊരു കാരണം അൻവർ റഷീദാണ്. കാരണം എന്നെ ബോഡി ഡബിളായിട്ട് മമ്മൂക്കയുടെ അണ്ണൻ തമ്പിയിൽ എന്നെ വിളിച്ചു. അപ്പൊ അൻവർ പറഞ്ഞു ഞാനൊന്നുമല്ല കേട്ടോ, മമ്മൂക്ക പറഞ്ഞിട്ടാണ് തന്നെ വിളിച്ചത്, അല്ലാണ്ട് തൻ്റെ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമുള്ളൂ. മമ്മൂക്കയുടെ അത്ര ക്ലോസ് ആവല്ല. അണ്ണൻ മമ്മൂക്കയാവുമ്പോൾ ഞാൻ തമ്പിയാവും, തമ്പി മമ്മൂക്ക പോകുമ്പോൾ ഞാൻ അണ്ണനാവും. അങ്ങനെ ഫ്രണ്ടില് മമ്മൂക്ക നിൽക്കുന്ന ഒരു ഷോട്ടിൽ അന്ന് അസോസിയേറ്റ് ആണ് സലാം ബുക്കാരി. അവിടെ നിന്ന് ചിരിക്കേണ്ടത് എന്തായാലും നല്ലൊരു കഥ ഇവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ സുരാജിൻ്റെ മോനാണ് കൊച്ചായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചീപ്പ് കൊടുത്ത് കരയാണ്ടിരിക്കാൻ അത് ടേക്കാണെന്ന് പറഞ്ഞപ്പോൾ ബുക്കാരി അത് തിരിച്ചു മേടിച്ചു. മമ്മൂക്ക ഇംഗ്ലീഷിലും മലയാളത്തിലും നല്ല ചീത്ത പറയാം. അപ്പം ഞാനും അതേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കിലേക്ക് പോയി, കാരണം ചീത്ത പറയാണ്. പുള്ളി അവിടെ നിന്ന് ചീത്തയും കേട്ട് ഓടി ബാക്കിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഇവിടെയാണ് കാണുന്നത്. കാരണം മമ്മൂക്ക ചീത്ത പറഞ്ഞിട്ട് 1 കിലോമീറ്റർ ഓടി എത്തിയപ്പോൾ അവിടെ വേറെ അതേപോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഇതിന് പറഞ്ഞിട്ട് അന്ന് കിളി പോയതാണ്. അതാണ് കുറച്ച് വൈകിയത് സിനിമയുടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാനുണ്ടായിരുന്നു. ദുൽഖറിന് ഉടപ്പുള്ള ക്യാരക്ടറാണ്. പക്ഷെ ആദ്യ സിനിമ മുടങ്ങുന്നത് നല്ലതാണ്. അൻവറായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. പക്ഷെ അത് നടന്നില്ല. പിന്നെ ഫസ്റ്റ് ഫിലിമായി. ഇനി നമുക്കത് സെക്കൻഡ് ഫിലിമായിട്ടാണ് അല്ലേ? അത് സെക്കൻഡ് ഫിലിമായിട്ട് വരട്ടെ. കാരണം ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയിൽ ഈ സിനിമയിൽ ഞാനില്ല. പക്ഷെ ആ സിനിമ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നടക്കും. ഒന്നുകൂടി നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരം നല്ല സ്റ്റാമിന, നല്ല വോയിസ് വോക്കൽ പോകുന്നുണ്ട്. ഓക്കെ, അല്ല അത് ഞാൻ പറഞ്ഞത് ഭയങ്കര രസമായിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ടിനി ചേട്ടാ. ഞങ്ങളെല്ലാവരും ഒരുപാട് ചിരിച്ചു in those few minutes. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഭഗത് മാനുവൽ. മലർവാടിയിലെ തടത്തൻ മറയത്ത് തുടങ്ങിയ സിനിമകളിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറിയ നടൻ ഭഗത് മാനുവൽ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഉസ്താദ് ഹോട്ടലിൽ നടക്കുന്ന സമയത്താണ് ഞാൻ സലാം ഖാനെ കാണുന്നത്. അന്ന് അൻവർക്കാടത്തേക്ക് ചെല്ലാൻ ഭയങ്കര ഇപ്പോഴും പേടിയാണ്. ആ സമയത്തല്ല എന്നെ വളരെ കംഫർട്ടായിട്ട് കൂടെ നിർത്തിയ മനുഷ്യനാണ് സലാം ഖാൻ. ഒത്തിരി നന്ദിയാണ് സലാം ഖാൻ. എല്ലാം അടിപൊളിയാവട്ടെ. ഇത് അടുത്തൊരു ഉസ്താദ് ഹോട്ടലിലേക്ക് മോളിൽ കയറുന്ന റീറ്റാവട്ടെ. താങ്ക് യു. Thank you so much. Next, inviting on stage Shankar Indushuran, the very, very stylish actor in the house. Thank you all so much. ഇതൊരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആദ്യ സിനിമയായ രക്ഷാധികാരി ബൈജു രഞ്ജൻ പ്രമോദ് സാറിൻ്റെ സിനിമയിൽ ബിജു മേനോൻ്റെ കൂടെ ഒരു കഥാപാത്രമാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാൻ LLB സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അതൊക്കെ നടന്നത്. അപ്പോൾ അതിനിടയിൽ കുറേ സിനിമകളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു സിനിമ ട്രാൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു കൊച്ചു വേഷം വന്നിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന 2 ഫിലിം മേക്കേഴ്സ് ആ സിനിമയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അമ്പുക്കയും അമൽ സാറും
അപ്പോൾ അവിടെ വെച്ചൊരു ദിവസം ഞാനിങ്ങനെ സലാമിക്ക് അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് ഇവരുടെ അടുത്തൊന്ന് സംസാരിക്കണം. അപ്പോൾ സലാമിക്ക് പറഞ്ഞു നിന്റെ സിനിമ അവർ കണ്ടിട്ടുണ്ട്, നിന്നെ പറ്റിയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എനിക്ക് ആ സീൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. മറ്റേ SH കോളേജിൽ ആ ഒരു സ്റ്റേഴ്സിൽ ഇങ്ങനെ ഇവർ മൊത്തം ഇറങ്ങി വരാം. നമ്മളിങ്ങനെ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു അവഞ്ചേഴ്സ് സിനിമയിലെ എല്ലാ സൂപ്പർ ഹീറോസിനും ഒരുമിച്ച് വരുന്ന പോലെ അമിൽ സാറും അൻവർ റഷീദ് സാറും അതിന്റെ ക്യാമറാമാനും കോസ്റ്റ്യൂം മേക്കപ്പ് എല്ലാവരും ഇറങ്ങി വന്ന് നമുക്ക് ആദ്യം പറഞ്ഞത് ഒരു അപ്രിസിയേഷൻ ആണ്. ലൈക്ക് നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ, നല്ല രസമുള്ള ഒരു സിനിമയായിരുന്നു, നന്നായിട്ട് നീ അതിൽ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ആസ് എൻ ആക്ടർ ആ ഒരു ആദ്യത്തെ സിനിമയിൽ അന്ന് ആ ഒരു മൊമെന്റിൽ കിട്ടിയ ഒരു അപ്രീസിയേഷൻ ശരിക്കും എനിക്കിപ്പോൾ ഈ ഒരു മൊമെന്റിൽ ഇവിടെ നിൽക്കുന്നത് വരെ ഞാനത് എപ്പോഴും എനിക്ക് ജീവിതത്തിൽ എടുക്കുന്ന പല പല ലോ പോയിന്റ്സിലും അല്ലെങ്കിൽ പല പല സങ്കടം വരുന്ന നിമിഷങ്ങളിലൊക്കെ എനിക്കിതൊരു വലിയൊരു പുഷായിരുന്നു. അപ്പോൾ ഐ താങ്ക് ബോത്ത് ഓഫ് യു. ലൈക്ക് ഞാൻ അത്രയും അഡ്മയർ ചെയ്യുന്ന 2 മാസ്റ്റർ ഫിലിം മേക്കേഴ്സ് ആണ്. സോ അവരുടെ കൂടെ അവരുടെ ഒപ്പമാണ് ഞാൻ സലാംക്കനെ പരിചയപ്പെടുന്നതും അവരുടെ സിനിമയിലാണ് ഞാൻ സലാംക്കനെ പരിചയപ്പെടുന്നത്. സോ അത് തന്നെയാണ് സലാമിക്കായിട്ടുള്ള കണക്ഷൻ. സോ ഐ താങ്ക് യു സലാമിക്ക. സോ നേരെന്ന് പറഞ്ഞൊരു സിനിമയിൽ സിദ്ദിഖയുടെ കൂടെ ഒരു വേഷം, ലാൽ സാറിന്റെയും സിദ്ദിഖയുടെയും ഒക്കെ കൂടെ ഒരു വേഷം ചെയ്യാൻ സാധിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എല്ലാവരും എന്നെ വില്ലൻ എന്നൊക്കെ വിളിച്ച് നടക്കുന്ന ഒരു സമയത്താണ് ഇത്രയും എന്താ പറയാ ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു ഇത്തിരി പഴം എന്നൊക്കെ അവിടെ പറയാം ക്രിഞ്ചായിട്ട് അങ്ങനെ നടക്കുന്ന വളരെ ഒരു സാധാരണക്കാരൻ എന്നെ പോലെ തന്നെ ഒരു വ്യക്തിയുടെ ഒരു കഥാപാത്രമാണ്, ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ വളരെയധികം എന്താ പറയാ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ജോണറും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രവും എനിക്ക് തന്ന സലാംക്കയ്ക്കും ഇതിന്റെ റൈറ്റേഴ്സിനും ഞാൻ ആദ്യം നന്ദി പറയുന്നു. കാരണം അങ്ങനത്തെ ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ആസ് എൻ ആക്ടർ നമുക്കൊരു വലിയൊരു ടേക്ക് ഓഫ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഒരു വേറൊരു വേഷം, ഒരു എല്ലാ രീതിയിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷം ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വെച്ച് നോക്കിയാലും ഈ ഒരു സിനിമ വലിയൊരു ബോണസ് ആണ്. ഞാനിപ്പോ ഈ പാട്ടിൽ നമ്മുടെ മുഖവും അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് മാനിഫെസ്റ്റേഷൻ. ഗോപി സുന്ദർ ചേട്ടൻ്റെ ഞാൻ ഒരുപാട് എന്താ പറയാ എന്റെ സ്പോട്ടിഫൈ പ്ലേലിസ്റ്റിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ, someone who I admire and also very honored to work with him. Everyone, വിഷ്ണു ചേട്ടൻ, എൻ്റെ DOP, സമീറ ചേച്ചി, റോണക്സ് ചേട്ടൻ, ഞാൻ ഡിപ്പാർട്ട്മെന്റ്സ് പറഞ്ഞ എല്ലാവരെയും പറയണം, വിട്ടുപോയ വിനായകന്റെ ഗാനങ്ങൾ. നേരിലും വിനായകായിരുന്നു ലിറിക്സ് എഴുതിയത്. അപ്പോൾ ഇതിലും അതിമനോഹരമായിട്ട് വിനായക് ശശികുമാർ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ് ആണ് വിഷ്ണു ചേട്ടൻ ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഭാഗമാകാൻ സാധിച്ച ഒരു വലിയൊരു അനുഗ്രഹമായിട്ടൊരു ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എൻ്റെ ഈ ജേണി എപ്പോഴും വേണം. അപ്പോൾ ജോർജ് ചേട്ടനും ഞാൻ വളരെയധികം എന്താ പറയുക എനിക്ക് ഭയങ്കര ഇൻസ്പയറേഷൻ ഉള്ള ഒരു ആക്ടറാണ്. ആ ഒരു ജേണി ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ആളാണ്, ചേട്ടൻ്റെ ഇന്റർവ്യൂസും എല്ലാം. സോ ഇറ്റ്സ് an honor. ഓൾസോ ദ ബിഗ് ഗായ് മാത്യു. അപ്പോൾ ഞാൻ ഭയങ്കര അധികം എന്താ പറയുക ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു പെർഫോമറും കൂടിയാണ് മാത്യു. സോ ഓൾ ദി ഇൻഡസ്ട്രീസ് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി അപ്കമിംഗ് തറവാണ്. ഓണർ ടു ഈവൻ വർക്ക് വിത്ത് യു ആൻഡ് ഓൾ ദി അതർ ടാലൻസ്. ഒരുപാടധികം സന്തോഷം ഈ സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ സാധിച്ചു. താങ്ക് യു ഓൾ സോ മച്ച്. താങ്ക് യു. Thank you so much, Shankar. Indeed, a very inspiring story. The power of manifestation. Wishing you the very best. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ചൈതന്യ പ്രകാശിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. One of the strong female leads we have in the movie, the very beautiful actress Chaitanya. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ആദ്യം തന്നെ സലാംക്കയോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് സലാംക്ക. അതുപോലെ എനിക്ക് അഭിരാമി ചേച്ചിയോടും പറയാനുണ്ട്. ചേച്ചി എൻ്റെ പേര് സജസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സിനിമയിൽ പക്ഷേ എന്നെ അറിയത്ത പോലും ഉണ്ടായിരിക്കില്ല സലാംക്ക. എനിക്കിങ്ങനെ ഒരു ക്യാരക്ടർ തന്നതും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് സലാംക്ക. പിന്നെ സലാംക്ക ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒരു പാവം മനുഷ്യനാണ് സലാംക്ക. പിന്നെ അത്രേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. സലാമക്ക് ഒരു പാവ മനുഷ്യനാണെന്നാണ് ചൈതന്യ ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണോ? ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് അങ്ങനെയാണോ? ആരെങ്കിലും ഒന്ന് കൈയടിക്കാമോ? അങ്ങനെയാണ്, ഒരു സംശയമില്ല. സലാമക്കയുടെ സൈഡിൽ നിന്ന് കൈയടിക്കുന്നുണ്ട്. Anyway, moving on, I would like to invite the very beautiful Wafa Khadija on stage to speak a few words. വളരെ സുന്ദരിയായ ഒരു നടിയാണ് വേദിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കൈയ്യടി നൽകി തന്നെ സ്വാഗതം ചെയ്യാം. Requesting Wafa Khadija to speak a few words. ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ആക്ച്വലി വെരി ലാസ്റ്റ് മിനിറ്റ് കാസ്റ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഇന്ന് കോൾ വന്നാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് മോർണിംഗ് ഐ വാസ് ഓൺ മൈ വേ ടു ലൊക്കേഷൻ.
but I'm so happy that I got that call, and that was thanks to Samira. Thank you so much, Salamika, for casting me. This project is very special to me because dancing is my first love. I love dancing, and school and college കഴിഞ്ഞിട്ട് dance ചെയ്യാനുള്ള opportunity കിട്ടിയിട്ടില്ല until this film happened, and we worked with Shobhi Master with such a beautiful cast. Chaitanya, Gabri, you are excellent dance partners. Thank you so much. I had a great time. Thank you everyone in the cast and crew. I'm actually quite socially awkward, so I might seem very like quiet and put together, but in my head, I'm fangirling about all of you right now. So thank you so much. I'm so honored to be here. Thank you. Thank you so much, Wafa, for the very sweet words. അടുത്തതായി രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ഗബ്രിയിലെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. The Big Boss star and the very very sweet actor Gabri joining us on stage. ആക്ടർ എന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ബേസിക്കലി ആദ്യം തന്നെ എനിക്ക് ദൈവത്തിനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം ഇപ്പോൾ ബിഗ് ബോസിന് അടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് അങ്ങനെ അറിയപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് അതൊരു പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഈ ദിവസമായിരുന്നു ഞാൻ എവിക്റ്റായ ദിവസം. അന്ന് ഭയങ്കര ഒരു എന്താ പറയുക നെഗറ്റിവിറ്റിയുടെ ഒരു ഭയങ്കര ഹൈറ്റിൽ നിന്നിട്ട് അത്രയും വിഷമിച്ചിട്ടുള്ളൊരു സമയമാണ്. ഈ വർഷം കറക്റ്റ് ഒരു 365 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവമായിട്ട് എന്നെ ഈ ഒരു വേദിയിൽ എത്തിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ താങ്ക് യു പറയേണ്ടത് ആദ്യം റിയാസ്കിനോടാണ്. കാരണം ഞാനും ഇതുപോലെ തന്നെ ലാസ്റ്റ് മൊമെന്റ് കാസ്റ്റ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ റിയാസ്കയുടെ ഫാമിലി സജസ്റ്റ് ചെയ്തിട്ടാണ് എന്നെ ഈ പടത്തിലേക്ക് വിളിച്ചത്. സലാമക്ക വിളിച്ചു, സംസാരിച്ചു. താങ്ക് യു സോ മച്ച് സലാമക്ക എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിന്. അതുപോലെ തന്നെ ഇപ്പോൾ വഫ നേരത്തെ പറഞ്ഞു വഫയുടെ ഫസ്റ്റ് ലവ് ഡാൻസ് ആണ്, എൻ്റെ ലാസ്റ്റ് ലവ് ആണ് ഡാൻസ്. അതും നമ്മുടെ ഷോബി മാസ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ആക്ച്വലി റിഹേഴ്സൽസ് ഒന്നും ഇല്ലാതെ നേരെ സെറ്റിൽ വന്ന് എന്നെ ഫുൾ കോട്ട് സൂട്ടൊക്കെ ഇടിപ്പിച്ച് ഹെയർ സ്റ്റൈലൊക്കെ അരമണിക്കൂർ എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത് റിഹേഴ്സൽസ് എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നിർത്തി മുഴുവൻ വേർത്ത് കുളിച്ച് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുട്ടിടിക്കും. കാരണം എല്ലാവരും കാണുമെന്നുള്ളത് സംഭവം ഡാൻസിൻ്റെ. പക്ഷേ ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ഷൂട്ടിംഗ് ഫോർ ദിസ് മൂവി. എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം ഞാൻ ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ്റെ കൂടെ ഇത്രയും വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ്. സിദ്ദിഖാൻ്റെ കൂടെയൊക്കെ കുറേ നേരം ഇരുന്ന് സംസാരിക്കാനും എല്ലാവരും കൂടെ ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടി. ഇവനൊരു ഗോപിചേട്ടൻ്റെ ഒരു അടിപൊളി പാട്ടിൻ്റെ ഫേസ് ആവാൻ പറ്റി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനും ഇവിടെ ഒരുപാട് പേരെ കണ്ടിങ്ങനെ ഓസ്ട്രൊക്കെ ആയിട്ടിരിക്കുവാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് സലാമക്ക. ബാക്കി എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ ദ മൂവി. താങ്ക് യു. Thank you, Gabri. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് ഇതാണ്. Anyway, wishing you the very best, Gabri. Moving on, I would like to invite on stage Jijina and Hasla to speak a few words. രണ്ടുപേരും ഒരുമിച്ച് വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. Invite Jijina and Hasla, the beautiful actresses of the movie. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത കാര്യമാണ് മാത്യുവിൻ്റെ നായികയായിട്ട് എപ്പോഴെങ്കിലും സിനിമയിൽ വരണമെന്ന്. അത് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന സലാമക്കയുടെ ഒരുപാട് നന്ദിയുണ്ട്. സലാമക്ക ഫ്രം ദ ബിഗിനിങ് എൻ്റെ ഫസ്റ്റ് പടം ആയതുകൊണ്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഹി വാസ് മോട്ടിവേറ്റിംഗ് മീ. ഭയങ്കര ത്രൂ ഔട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു എന്നെ ചെയ്യിപ്പിച്ചെടുക്കാൻ. ബട്ട് താങ്ക് യു സോ മച്ച് സലാമക്ക. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയ താരം ആസിഫിക്ക ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹാർട്ടി വെൽക്കം ടു യു ആസിഫ. താങ്ക് യു സോ മച്ച് ആസിഫിക്ക ഫോർ ജോയിനിങ് us here this wonderful evening. ഏറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ ആസിഫിക്കയെ ഈ ഒരു സായനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കൈയടി നൽകി അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. ഹാർട്ടി വെൽക്കം ടു യു. Good evening, everybody. First of all, I want to thank my director, Salam sir, for considering me for this project. And also my dear producers, Riyaska, Azrika, and special thanks to Siddiq sir. And I'm so delighted to be a part of this project, and I hope this movie will do really great. Thank you. Thank you so much.
അടുത്തതായി വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയ നടൻ ആസിഫ് അലിനെയാണ്. ആസിഫ് പ്ലീസ് റിക്വസ്റ്റിംഗ് യു ടു ജോയിൻ us here on stage. താങ്ക് യു സോ മച്ച്. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും സ്റ്റൈലിഷ് ആയിട്ട് ആസിഫ് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം എന്താണ് ഈ ഒരു മ്യൂസിക് ലോഞ്ചിന്റെ വേദിയിൽ പറയാനായിട്ടുള്ളത്? ഒന്നുമില്ല, എല്ലാവർക്കും നന്ദി. ഏറ്റവും വലിയ വിശേഷം സലാം ബുഖാരി മിസ്റ്റർ സലാം ബുഖാരി സിനിമ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സന്തോഷം അത് തന്നെയാണ്. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ പരിചയമുള്ള ഒരാളാണ്. എപ്പോഴും ഒന്നും കാണാറില്ലെങ്കിലും സംസാരിക്കാറില്ലെങ്കിലും എപ്പോഴും ഒരു ചേട്ടന്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം പടം ചെയ്യുന്നു, അത് അവസാനം അത് സംഭവിച്ചു, അതിന്റെ ഓഡിയോ റിലീസ് സംഭവിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച് ആസിഫിക്ക സ്റ്റേജിൽ നിൽക്കുന്ന ഈ സമയം ഒന്ന് സ്റ്റേജിൽ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഞാൻ സലാം സാറിനെ ഇൻവൈറ്റ് ചെയ്തു. പ്ലീസ് ഓൾസോ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് ദ പ്രൊഡ്യൂസേഴ്സ് ടു കം ഓൺ സ്റ്റേജ്. പ്രൊഡ്യൂസേഴ്സ് രണ്ടുപേരും ഒന്ന് വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ലെറ്റ്സ് ക്യാപ്ചർ ദിസ് മൊമെന്റ് ഇൻ എ ഫ്രെയിം. Yes, Asif sir and Riya sir, the producers are also here with us on stage. Okay, അവിടെ നിന്ന് ക്യാമറ ടീം നിങ്ങൾ ഫ്രണ്ടിലോട്ട് വന്ന് നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോ പ്ലീസ് കുറച്ച് മുൻപോട്ട് വന്ന് നിൽക്കുകയാണെങ്കിൽ യു ബി ഏബിൾ ടു ടേക്ക് ഗുഡ് പിക്ചേഴ്സ്. താങ്ക് യു സോ മച്ച് ആസിഫിക്ക. ഒരിക്കൽ കൂടി ഇന്നത്തെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. Yes. And next, I would like to invite on stage our scriptwriter Alan Roni and cameraman Vishnu. രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ഇരുവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Cameraman Vishnu Talasheri and scriptwriter Alan Roni. ഒരു സിനിമ ആദ്യം ക്ഷണിക്കുന്നത് തീർച്ചയായും സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ മനസ്സിലാണ്. Here we have the writer with us on stage and also the cameraman. Hi, ഞാൻ റൈറ്റർ. 2 വർഷം കൊണ്ട് അൻവർ സാറിനോട് കഥ പറയാൻ പോയിരുന്നപ്പോൾ അതേ വരവിലാണ് ഞാൻ ടോപ്പിൽ. I don't know. Thank you so much Anwar Rashid sir. Thank you so much for listening to me. You are a great listener. You are a great human being. You got great patience. Thanks so much for that. Thank you so much, Salam Bukhari. Thank you so much, Udyogi. Thank you so much to all cast and crew, Siddiq sir, Matthew. And thank you so much, everyone. Thanks. സലാം സർ പോവരുത്. ഇത്രയും നേരം സർ മൈക്ക് പാസ് ചെയ്ത് കളിക്കുകയായിരുന്നു. ഇനി സാറിനെ ഞാൻ സെന്റർ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. Ladies and gentlemen, here we have the man of the moment, the captain of the ship. ഏകദേശം 20 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു ഈ ഒരു ആദ്യത്തെ ഡയറക്ടോറിയൽ ഡെബ്യൂവിന് വേണ്ടി. എനിക്കറിയാം ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. വളരെയധികം സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു നിമിഷം. എന്താണ് സാർ ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്? നന്ദിയാണ് എനിക്കത് പറയാനുള്ളത്. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു ദിവസമായിരുന്നു ഇന്ന്. വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചായിരുന്നു. അത് സംഭവിച്ചിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി. ഇത് സാക്ഷാത്കരിക്കാൻ എൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ള കടപ്പാടുള്ളതും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ അഷർ അമീർ, റിയാസ് കെ മുഹമ്മദ്. അവർ ഈ പ്രോജക്റ്റിൽ കട്ടക്ക് കൂടെ നിന്നുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് നടന്നതും അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഡയറക്ടറാകാൻ പറ്റിയത്. ആദ്യം ഞാൻ അവരോട് എൻ്റെ കടപ്പാടാണ് അറിയിക്കുന്നത്. എല്ലാം ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് അഷർ. താങ്ക് യു സോ മച്ച് റിയാസ് കെ മുഹമ്മദ്, ആലിയ, നീതു, എല്ലാവർക്കും നന്ദി. പിന്നെ ഈ പ്രോജക്റ്റ് ഇത് എല്ലാം റെഡിയാക്കി തരാനും എൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടെല്ലാം സെറ്റ് ചെയ്തതിനും എന്നെ സഹായിച്ച എൻ്റെ ഗുരുവിനായ എൻ്റെ പ്രിയപ്പെട്ട അമ്പുക, ഡോക്ടർ അൻവർ റഷീദ്, അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. പിന്നെ അമൽ സാറും ഞാനൊരു പടം ചെയ്യണമെന്ന് ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അമൽ നീര സാറിനും നന്ദി പറയുന്നു. പിന്നെ സിദ്ദീഖ് നേരത്തെ പറഞ്ഞ പോലെ ഓരോ സിനിമ അല്ലെങ്കിൽ കഥ പ്ലാൻ ചെയ്യുമ്പോഴും അതിൽ സിദ്ദീഖ് ഒരു വേഷം ഉണ്ടാവും. ഞാൻ പോയി പല പല കഥകൾ പറയും, ക്യാരക്ടർ പറയും, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇത് അതിൽ സംഭവിച്ചു. സിദ്ദീഖിനെ വെച്ച് ഒരു പടം ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്, സന്തോഷം.
പിന്നെ DOP വിഷ്ണു തണ്ടാശ്ശേരി, അദ്ദേഹം എൻ്റെ കൂടെ കുറേ നാൾ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തതിനാണ് ഇതിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തതും ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ തന്നെ അനാലിമയിൽ എനിക്കത് എടുത്തു തരാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു വിഷ്ണു തണ്ടാശ്ശേരി. ഇന്നത്തെ ഇവൻ്റെ മ്യൂസിക്കിലാണോ? അപ്പോൾ തീർച്ചയായും ഗോപിച്ചേട്ടനോട് ഞാൻ ഇതുപോലെ നേരത്തെ ഒരു പാട്ടൊക്കെ നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പടത്തിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റി. ചേട്ടൻ ഏറ്റവും മനോഹരമായ 4 ഗാനങ്ങൾ എനിക്ക് തന്നു. ഞാൻ പറഞ്ഞത് ചേട്ടനത് തന്നു കഴിഞ്ഞാൽ കറക്റ്റായിരുന്നു, അധികം കറക്ഷനൊന്നും വന്നിട്ടില്ല. ഞാൻ പറയുന്നത് ചേട്ടൻ കേട്ടിരുന്നു, കൃത്യമായി ചെയ്തു. ഏറ്റവും നല്ല പാട്ടുകൾ തന്നതിന് ഗോപിച്ചേട്ടാ നന്ദി. പിന്നെ വിവേക് ഹർഷൻ, എഡിറ്റർ വിവേക് ഹർഷൻ, സമീറ സനീഷ്, ജോസഫ് ഏട്ടൻ, ആർട്ട് ഡയറക്ടർ ജോസഫ് ഏട്ടൻ, അങ്ങനെ എല്ലാവരും. പിന്നെ മാത്യുവിനോടാണ് ഞാൻ ഈ കഥ ആദ്യം പറയുന്നത്. മാത്യു കഥ കേട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു അതെല്ലാം ഹാപ്പിയാണ്, നമുക്ക് ചെയ്യാം. അങ്ങനെ മാത്യു ഞങ്ങളുടെ പ്രോജക്റ്റ് തുടങ്ങി. പിന്നെ ഇവിടെ വിശിഷ്ടാധിപന്ദന ജോജു ഞാനും ഇതുപോലെ കുറേ പടങ്ങൾ 1-2 പടങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലും പുറത്തൊരുപാട് സുഹൃബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ജോജു എത്തിച്ചേർന്ന ജോജുവിനും നന്ദി. ആസിഫും എല്ലാവരും വന്ന് ആസിഫിന് നന്ദി. ബാസി ഇതുപോലെ ഞങ്ങൾ പാട്ട് എഴുതി അവൻ പാടാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി പാട്ട് എഴുതി പാടി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും അത് പടം കണ്ടിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ബാസിക്ക് നന്ദി. പിന്നെ എൻ്റെ കൂടെ ടിനി ടോം ഇവിടെ വന്ന് അതിനെക്കുറിച്ച് പ്രസംഗിച്ചും കുറച്ച് ട്രോളുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി തന്നെ താങ്ക് യു. എന്തായാലും ടിനിയും വന്നു, അങ്ങനെ സന്തോഷം എല്ലാവർക്കും. ജിനു, അഭിരാം, പിന്നെ ചൈതന്യ, വഫ, സുരേഷ്, ഷെഫുള്ള സർ, അർജുൻ, ഗണേഷ്, പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട എഡീസ്, എൻ്റെ സുഹൃത്തുക്കളാണ്. കണ്ണൻ, അർജുൻ, അജ്മൽ ഹംസ, അഭിരാമി, തോമസ് കുട്ടി രാജു, രവീണ, അങ്ങനെ എല്ലാവർക്കും. പിന്നെ എൻ്റെ വാപ്സിയമ്മച്ചി, എൻ്റെ സഹോദരൻ ഫാമിലി എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഒരിക്കലും നന്ദി പറയുന്നു. അപ്പോൾ എൻ്റെ എല്ലാവരുടെ ഈ ഉടുമ്പൻചോല വിഷൻ അഷറമീറും എല്ലാ സുഹൃത്തുക്കളായ അഷറും റിയാസും അവർക്കെല്ലാവർക്കും നന്ദി പറയുന്നു. ഉടുമ്പൻചോല വിഷൻ എല്ലാവരും കണ്ട് വിജയമാക്കി തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. Thank you so much, sir. എല്ലാവിധ ആശംസകളും നേരുന്നു. Of course, we cannot wind up our show without inviting one special person on stage. ഇവിടെ പലരും ആ ഒരു വ്യക്തി സ്റ്റേജിലേക്ക് വരാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പൊ മലയാളത്തിലെ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലെ തന്നെ one of the most popular actor, make some noise for Matthew Thomas. നല്ലൊരു കൈയ്യടി നൽകി തന്നെ മാത്യുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. One of the lead actors of our movie. So Matthew, what do you have to say? എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ എല്ലാവർക്കും താങ്ക് യു. സലാമക്കയോട് നന്ദി പറയുന്നു. എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഫിലിമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ റിലീസിന് വേണ്ടി. കാരണം ഞങ്ങൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വർഷത്തോളം തന്നെ ഞങ്ങൾ ഇതിനെപ്പറ്റി ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ സലാമക്കയുടെ കൂടെ ഇരിക്കാൻ പറ്റി. അപ്പോൾ ഒരു സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഡയറക്ടറിൻ്റെ ഒപ്പം ക്രൂവിൻ്റെ ഒപ്പം അത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഷൂട്ട് ചെയ്യുമ്പോട്ടും കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര രസമായിട്ട് ഭയങ്കര രസമായിട്ടാണ് സിനിമ കൺസീവ് ചെയ്തേക്കുന്നത്. ദ ഹോൾ ടീം താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഈ കുറുക്കൻ മാത്യു ആണോ? അറിയില്ല, എനിക്കറിയില്ല. നോക്കാം. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അപ്ഡേറ്റ് ഞങ്ങൾക്ക് തരാൻ പറ്റുമോ? ഒരു ക്ലൂ. എൻ്റെ ക്യാരക്ടറിന്റെ പേര് മിഥുൻ എന്നാണ്. ഞാൻ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞ സിനിമയുടെ കഥ പറയേണ്ടി വരും. ഒട്ടും ഡിസപ്പോയിന്റിങ് ആയിരിക്കില്ല. ഭയങ്കര എന്താ പറയാ, ഒരു കുറെ ഡിഫറെന്റ് മൊമെന്റ്സ് ഉണ്ട് പടത്തില്. നമ്മൾ സിനിമ ഈ ദിശയിലായിരിക്കും പോകുന്നതെന്നൊട്ടും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കാണാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. ആ ഒരു എസൻസ് കിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാത്യു. അപ്പോൾ ആ ഒരു സസ്പെൻസ് അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്ക് എല്ലാവർക്കും സിനിമ തിയേറ്ററുകളിൽ പോയി കാണാം.
സോ ഇന്നിവിടെ ഈ സിനിമയിലെ 3 പാട്ടുകളാണ് ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും നമ്മളിവിടെ കേട്ടതുപോലെ 4 സോങ്സ് ആണുള്ളത്. ഇൻഫാക്ട് I truly believe that the 4th song is the main highlight of the movie. Power-packed, high energetic song ആണ്. അത് ഈ സിനിമയുടെ പ്രൊമോ സോങ് ആയി റിലീസിന്റെ സമയത്തായിരിക്കും പുറത്തുവിടുന്നത്. So now we have a small treat for all of you. ഈ ഒരു പാട്ടിന്റെ ചെറിയൊരു മേക്കിംഗ് വീഡിയോ നമുക്ക് ഈ സമയം സ്ക്രീനിൽ കാണാം. ഈ സമയം ഉടുമ്പൻചോല വിഷൻ എന്ന സിനിമയിലെ ആദ്യത്തെ സോങ് ആണ് അൺവീൽ ചെയ്യാൻ പോകുന്നത്. So now I would like to request the song cover to be brought on stage. ഗോപി സുന്ദർ സംഗീത സംവിധാനം നിർവഹിച്ച ഉടുമ്പൻചോല വിഷൻ എന്ന സിനിമയിലെ ആദ്യത്തെ പാട്ടാണ് ഈ സമയം ഇവിടെ അൺവീൽ ചെയ്യുന്നത്. So with all your permission, നല്ലൊരു കൈയ്യടി നൽകി നമുക്കിത് പാസ്സാക്കാം. You may present before you the cover of the first song from the movie ഉടുമ്പൻചോല വിഷൻ. Song name Johnny Number 1. Thank you so much. Gopi Sundar sir, സ്റ്റേജിൽ നിൽക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം this is an evening where we celebrate the music of the movie. The spotlight is definitely on the music and the music director. അപ്പം എന്താണ് ഈ സിനിമയിലെ പാട്ടുകളെ കുറിച്ച് ഞങ്ങളോട് പറയാനായിട്ടുള്ളത്? നല്ല പാട്ടുകളാണ് എല്ലാവരും കേൾക്കണം, അത്രേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. എനിക്ക് സന്തോഷമുള്ളത് ഇങ്ങനൊരു ടീമിനോട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞാണ്. സലാം ബുഖാരി, ഒരുപാട് സന്തോഷം. ഇതിൻ്റെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണ്. അങ്ങനെ ഞങ്ങളെ പോലെ എല്ലാ കലാകാരന്മാരും ഒരുപാട് വർഷം കാത്തിരുന്നിട്ടാണ് ആദ്യത്തെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അന്നത്തെ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എപ്പോഴും എന്നും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്, ഞാനും അമലും അൻവറും എല്ലാവരും. സോ അതുപോലെ ഒരു സന്തോഷം എന്നും ജീവിതത്തിൽ നിലകൊള്ളട്ടെ. സലാം ബുഖാരി, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു അടിപൊളി പടം റിലീസ് ചെയ്യാം. സോ ലെറ്റ്സ് വർക്ക് ടുഗദർ മോർ. ഗോഡ് ബ്ലെസ് ഓൾ. താങ്ക് യു. Thank you. And ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്ത ജോഡി നമ്പർ 1 എന്ന സോങ്ങിനെ കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഇനി സ്പെഷ്യാലിറ്റീസ്? ഇല്ല, എല്ലാവർക്കും കേട്ട് ഇഷ്ടപ്പെടും. ഈ സിനിമയായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും സന്തോഷമായിട്ട് എല്ലാവരും കേട്ടിരിക്കുക, സന്തോഷിച്ച് വീട്ടിൽ പോയി കിടന്നു പറയാം. അപ്പോൾ ഗോപി സുന്ദർ സർ പറഞ്ഞതുപോലെ നമുക്ക് കേട്ട് പാട്ട് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ മനസ്സിലാക്കാം. So ladies and gentlemen, without any further delay, let's go ahead and listen to this music. ഉടുമ്പൻചോല വിഷൻ എന്ന് പറഞ്ഞ ഒരു പടത്തിൻ്റെ ഭാഗമാകാൻ സന്തോഷത്തിലാണ്. ഗോപി സുന്ദർ ചെയ്യുന്ന മ്യൂസിക്, അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു പാട്ട് പാടാൻ നിങ്ങളുടെ ഭാഗ്യമുണ്ടായി. അതുപോലെ സലാം ബുഖാരി, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ചെറിയ മുന്നേ ഏറ്റക്കുറിച്ച് പരിപാടികളുള്ളതിൻ്റെ കാരണത്താലാണ് ഈ ഒരു ഇവൻറ്റിൽ ഭാഗമാവാൻ കഴിയാത്തത്. അത് എൻ്റെ ക്യാബിനെ പ്രകടിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഉടുമ്പൻചോല വിഷൻ. അതിൻ്റെ ഭാഗമായ അതിൻ്റെ വാർത്താക്കൾക്കും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഓൾ ദി വെരി ബെസ്റ്റ്. എന്തായാലും ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത സോങ്ങിന്റെ ലോഞ്ചിലേക്ക് കടക്കുകയാണ്. And to be a part of this launch, once again I would like to invite on stage the music director Gopi Sundar. Gopi sir, please do come on stage. അദ്ദേഹത്തിന്റെ ഒപ്പം ഈ ഒരു ലോഞ്ചിന്റെ ഭാഗമാകുന്നതിനായി ഏറെ ബഹുമാനത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിഖിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിദ്ദിഖ് സർ പ്ലീസ്. യെസ്, രണ്ടുപേരും ചേർന്ന് അടുത്ത സോങ്ങിന്റെ ലോഞ്ച് നിർവഹിക്കുന്നതാണ്. അതിനു മുന്നേ I would like to hand over the mic to സിദ്ദിഖ. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സിനിമയിൽ അഭിനയിച്ച എക്സ്പീരിയൻസ്? സലാം സാറിന്റെ ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും നമസ്കാരം. സലാമിനെ എനിക്ക് ഒരുപാട് വർഷം മുമ്പേ അറിയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ സലാമിനെ എന്ന് പരിചയപ്പെട്ടു എന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് ചോട്ടാ മുമ്പേ നടക്കുമ്പോഴും സലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഉസ്താദ് ഹോട്ടലിൽ നടക്കുമ്പോഴെല്ലാം അൻവറിൻ്റെ കൂടെ എന്നും സലാമിനെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അതിനുശേഷം എപ്പോഴും എന്നെ കാണാൻ വരികയും എന്നോട് വളരെ അടുപ്പമുള്ള
ഒരാളാണ്. അപ്പോൾ കുറേ കാലമായി ഇസ്ലാമിക്കിന് ഓരോരോ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നു, ചിലപ്പോൾ അത് നീണ്ടു പോകുന്നു. ആദ്യം ദുൽഖറിനെ വെച്ചൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു, അത് ഉദ്ദേശിച്ച സമയത്ത് നടന്നില്ല. അപ്പം അങ്ങനെ എപ്പോഴാണ് സലാം ആദ്യം ഒരു സിനിമ ചെയ്യുന്നതെന്ന് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഉടുമ്പൻചോല വിഷൻ എന്ന് പറയുന്ന സിനിമയുടെ സബ്ജക്റ്റ് ഒരിക്കൽ വന്ന് പറയുന്നതും ഒക്കെ. അപ്പോൾ അത് പറഞ്ഞ് കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചതൊരു വളരെ ചെറിയ സിനിമയാണ്, ഒരു ഇടുക്കി ഭാഗത്ത് നടക്കുന്ന ഒരു ചെറിയ കഥ, ആ രീതിയിലാണ് അത് എടുക്കുമെന്ന് വിചാരിച്ചത്. പക്ഷെ ഓരോ ദിവസവും അതിൻ്റെ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോഴാണ് ഇതൊരു വലിയൊരു സിനിമയായിട്ട്. ഇപ്പം ഞാൻ അതിനകത്ത് മൂസ ഹാജി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ വീടായിട്ട് കാണിക്കുന്നപ്പോൾ ഒരു പാലസ് പോലത്തെ ഒരു വീടാണ്. അങ്ങനെ എന്ത് കാര്യവും വളരെ ഒരു സ്പെക്ടാക്കുലർ ലൈനിലാണ് സലാം അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ ജോഡി നമ്പർ 1 എന്ന് പറയുന്ന ആ സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലെ മെറിഡിയൻ ഹോട്ടലിൽ വന്നു. അവിടെ അതിൻ്റെ ഒരു സെറ്റൊക്കെ കണ്ടാൽ ശരിക്കും ഞാൻ അന്തപ്പെട്ട് പോലും. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പാട്ട് ആ ഷൂട്ട് ചെയ്ത സോങ് ഇവിടെ കാണിക്കുമെന്നാണ്. അപ്പോൾ പക്ഷേ ലിറിക്കൽ വീഡിയോ മാത്രമേ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളൂ. ആ സോങ് അതിഗംഭീരമായി വന്നിട്ടുള്ളൊരു സോങ്ങാണ്. അതുപോലെ തന്നെ ഈ സിനിമയും സലാം ഒരു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണ് സലാം. നമുക്ക് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തോന്നില്ല, കാരണം അത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. എന്ത് കാര്യവും അത് സലാം ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എടുത്ത്. ഇപ്പം എന്നോടൊക്കെ സലാമിന് എന്തെങ്കിലും വന്ന് പറയാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ എടുക്കണമൊക്കെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്തും നമ്മളെ കൊണ്ടത് പറഞ്ഞ് ചെയ്യിച്ചിരിക്കും. സലാമിന് വേണ്ടത് സലാം എടുത്ത് ആ രീതിയിൽ തന്നെയാണ് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു വൻ വിജയമായി തീരട്ടെ. ഇസ്ലാമിൻ്റെ ആദ്യ സംരംഭം ഒരു വിജയമാകട്ടെ എന്ന് എനിക്ക് ഇസ്ലാമിനോടുള്ള വ്യക്തിപരമായ അടുപ്പം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സിനിമ ജനങ്ങൾ സ്വീകരിച്ചൊരു വൻ സിനിമയായിട്ട് വരട്ടെ, ഇതൊരു വൻ വിജയമാകട്ടെ എന്നുള്ള എൻ്റെ പ്രാർത്ഥനയാണ്. താങ്ക് യു സോ മച്ച്. ഇനി സോങ് കവർ ഏറ്റുവാങ്ങുന്നതിനായി സരിഗമ ഒഫീഷ്യൽസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇൻവൈറ്റിംഗ് മിസ്റ്റർ ബിനു ആൻഡ് സുരേഷ് ഓൺ സ്റ്റേജ് to receive the song cover from Siddiqa and Gopi Sundar. Here we are moving on to the launch of the next song from the movie Udumbanchola Vision. Siddiqa'യും Gopi Sundarum ചേർന്ന് സരിഗമ ഒഫീഷ്യൽസ് നൽകി ഒഫീഷ്യലി ലോഞ്ച് ചെയ്തതായിരിക്കും. ഗോപി സുന്ദർ സർ വീണ്ടും സ്റ്റേജിൽ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഞാനിങ്ങനെ അറിഞ്ഞു ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് ഗോപി സുന്ദർ സർ ആണ്. സോ അതുകൊണ്ടാണ് സിദ്ദിഖ പറയുന്നത്. സോ നമ്മുടെ പാട്ട് പ്ലേ ചെയ്യും. അതിനു മുന്നേ ഗോപി സുന്ദർ സർ തന്നെ 4 വരി ഒന്ന് നമുക്ക് വേണ്ടി പാടുക പ്ലീസ്. എക്സ്ക്ലൂസീവ്. അത് കേട്ടാൽ മതി, ഇവിടെ നിന്ന് പാടിയത് കൊളവാക്കണമെന്നില്ല. എന്നുവെച്ചാൽ പ്രത്യേകത ഇപ്പൊ ഒന്നൊരു പാട്ടാണ്. അതിപ്പോ എന്താ പറയാ, അതിപ്പോ കേൾക്കാൻ പോലെ ഒരു 5 സെക്കൻഡ് ഒരു പ്ലേ ചെയ്യാം. ഓക്കെ പ്ലീസ്. വേറെ വല്ല പാട്ട് പാടുന്നില്ലല്ലോ. Johnny money Johnny, you are my money. Johnny money Johnny, why you want plenty money? Thank you. Thank you so much. So ഇനി നിങ്ങളെ വീണ്ടും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. Without any further delay, let's move on. It's time for us to listen to the song Holiday. Enjoy ചെയ്യാൻ സാധിച്ചു. So thank you so much Gopi Sundar for this track. ഇനി അടുത്ത പാട്ടിന്റെ ലോഞ്ചിലേക്ക് കടക്കുകയാണ്. To do the honors, I would like to invite someone very very special on stage. നിരവധി സിനിമകളിലൂടെ കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ എല്ലാം പ്രിയ താരമായി മാറിയ ജോജു ജോർജിനെ ഈ സമയം വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്വന്തം ജോജു ചേട്ടൻ, ലുക്കിംഗ് അബ്സല്യൂട്ട്ലി സ്റ്റൈലിഷ് ടുഡേ. ജോജു ചേട്ടനെ ഒപ്പം ഈ ഒരു ലോഞ്ചിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ സോഹൻ സിനുലാൽ. അദ്ദേഹം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയറക്ടറും നടനുമാണ്. ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു for the launch of the next song. And to join these two dignitaries, I would like to invite on stage the very very talented actor Sudev Nair.
And of course, we have the director and producers on stage. So official launchലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഈ മൈക്ക് ജോജു ചേട്ടന് നൽകുകയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സലാം സാറിന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. അപ്പൊ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്? വളരെ വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. സലാം ആയിട്ടുള്ള ബന്ധം ഒരുപാട് വർഷങ്ങളുള്ളതാണ്. കാരണം ഞങ്ങളൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ തുടങ്ങിയിട്ടുള്ളൊരു അടുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങുന്നതും അതിൻ്റെ വിജയവും വളരെ സ്നേഹത്തോടു കൂടി ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരെ പോലെ ഞാനും ആഗ്രഹിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം എന്നെ വിളിച്ചതിലും സലാമിൻ്റെ ഈ ഫംഗ്ഷനിൽ വരാൻ പറ്റിയതിലും. ഓൾ ദ വെരി ബെസ്റ്റ് ടു പ്രൊഡ്യൂസേഴ്സ് എല്ലാവർക്കും, മാത്യു, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, സിദ്ദിഖ നമസ്കാരം, എല്ലാവർക്കും നല്ല ആശംസകൾ. താങ്ക് യു. സോഹൻ സാറിന് നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോഹൻ സാറും ഇതേപോലെ സലാം സാറിന്റെ അടുത്തൊരു ഫ്രണ്ടാണ്. സോ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ജോജി പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സിനിമയിൽ സലാം. അതേപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ നിർമ്മാതാവും നടന്മാരും ബാസിയും ഒക്കെ സുഹൃത്തുക്കളാണ്. ഈ സിനിമ ഏറ്റവും നല്ല ഒരു വിജയമാവട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. താങ്ക് യു. സിനിമയിലെ ഒരു കീ ആക്ടറാണ്. അപ്പൊ എന്താണ് ഷൂട്ടിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ചും ക്യാരക്ടറിനെ കുറിച്ചും ഒക്കെ പറയാനായിട്ടുള്ളത്? ക്യാരക്ടറിനെ കുറിച്ച് പറയാനായിട്ടില്ല. പക്ഷെ ഞാൻ സിനിമയിലുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പൊ സിദ്ദിഖ പറഞ്ഞ പോലെ കഥ കേട്ടപ്പോഴും സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും തോന്നിയത് ചെറിയ പടമായിരിക്കും എന്നൊക്കെ. പക്ഷെ ഡയറക്ടറുടെ കഴിവുകൊണ്ടും പിന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ വളരെയധികം ഹാർഡ് വർക്ക് കൊണ്ടും സിനിമയുടെ സ്കെയില് വളരെയധികം അപ്പായിട്ടുണ്ട്. അതിന് ഇവരെ അഭിനന്ദിച്ചേ പറ്റും. അപ്പോൾ ഫോർ ദാറ്റ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഒരു ഭാഗമായതിൽ. ആൻഡ് ഐ വിഷ് എവറിബഡി ഓൾ ദി ബെസ്റ്റ്. ഐ ഗോട്ട് ടു വർക്ക് വിത്ത് ഓൾ ദിസ് വണ്ടർഫുൾ കാസ്റ്റ്. ജിനു, മാത്യു, ബാസിയുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ കിട്ടി. സിദ്ദിഖിൻ്റെ കൂടെ എനിക്ക് ഈ പടത്തിൽ വർക്ക് ചെയ്യാൻ കിട്ടിയോ കിട്ടിയില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാവർക്കും ഈ പടം അത്ര തന്നെ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്. Thank you so much. ഇനി നമുക്ക് ഈ സോങ്ങിന്റെ ഒഫീഷ്യൽ ലോഞ്ചിലേക്ക് കിടക്കാം. റിക്വസ്റ്റിംഗ് ഓൾ ദ ഡിഗ്നിറ്ററീസ് ഓൺ സ്റ്റേജ് എല്ലാവരും ചേർന്ന് അടുത്ത സോങ്ങിന്റെ കവർ അൺവീൽ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നല്ലൊരു കൈ നൽകി നമുക്ക് എല്ലാവർക്കും ഈ നിമിഷങ്ങളുടെ ഭാഗമാവാം. Presenting before you the last song from the movie Udumachola Mission and it's called Memory Blues. Thank you so much. Please be seated. So അങ്ങനെ മൂന്നാമത്തെ പാട്ടിന്റെയും കവർ ഇവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. ദിസ് ഈസ് എ മെലോഡിക് സോങ്. അപ്പോൾ ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കേൾക്കാം. ലെറ്റ്സ് ഓൾ ലിസൺ ടു ദി സോങ്. ഏറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹാർട്ടി വെൽക്കം ടു യു. ശ്രീനാഥ് വാസി ഈസ് ആക്ച്വലി ഹിയർ വിത്ത് ഹിസ് ഫാമിലി. എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. അത് മാത്രമല്ല, ഇനി ഞാൻ ശ്രീനാഥ് വാസിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. കാരണം അടുത്ത സോങ്ങിന്റെ ലോഞ്ചിലേക്കാണ് ഈ സമയം കിടക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ ടു ഡു ദിസ് ലോഞ്ച്. കാരണം ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ശ്രീനാഥ് വാസിയാണ്. പാടുക മാത്രമല്ല, ഇൻഫാക്ട് ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നതും ശ്രീനാഥ് വാസി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും വേറൊരാളുടെ മ്യൂസിക് ശ്രീനാഥ് വാസി വരികൾ എഴുതി പാടുന്നത്. ഇതുവരെയുള്ളതെല്ലാം ഓൺ കമ്പോസിഷൻസ് ആയിരുന്നു. സോ ബിഫോർ വി ലോഞ്ച്, യെസ് സംതിങ് ഫ്രം ദ ടീം. ഓക്കെ. So I was just about to ask you പാടാൻ പറ്റുമോ എന്ന്. Then I got the information ഇതൊരു സർപ്രൈസ് സോങ് ആണ്. സോ ഇപ്പം നമ്മൾ പാടുന്നതല്ല. But I want you here സ്റ്റേജിൽ തന്നെ നിൽക്കണം. We'll definitely be doing the official launch. ഈ ഒരു ലോഞ്ചിന്റെ ഭാഗമാവുന്നതിന് വേണ്ടി മറ്റൊരു വ്യക്തിയെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. The very very beautiful actress നീന കുരു. നല്ലൊരു കൈയ്യടി നൽകി തന്നെ നീന മാമിനെ നമുക്ക് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. വെരി വെരി ഗോർജിയസ്. എനിക്ക് കഴിഞ്ഞ 20-25 ഇയേഴ്സ് ആയിട്ട് മാം ഇൻഡസ്ട്രിയിലുണ്ട്. ബട്ട് ഷീ സ്റ്റിൽ ലുക്സ് ദ സെയിം. അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്.
ആൻഡ് ഞാനിങ്ങനെ അറിഞ്ഞു ഇന്നത്തെ ഈ ഒരു ദിവസം മാമിന് എക്സ്ട്രാ സ്പെഷ്യൽ ആണല്ലേ. ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഇല്ലേ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നീന മാമിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ഉഗ്രം കൈയ്യടി നൽകി നമുക്ക് എല്ലാവർക്കും വിഷ് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു മാം. വിഷിംഗ് യു മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ആൻഡ് നൗ വേദിയിലെ വിശിഷ്ട വ്യക്തികൾ എല്ലാവരും ചേർന്ന് അടുത്ത സോങ് ലോഞ്ച് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. മൂവിംഗ് ഓൺ ടു ദ ലോഞ്ച് ഓഫ് ദ നെക്സ്റ്റ് സോങ്. ശ്രീനാഥ് ഭാസി പാടിയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും നമുക്ക് ഇതുവരെ കിട്ടാത്ത സസ്പെൻസ് ആയിട്ട് വെക്കുന്ന ആ ഒരു സോങ്ങിന്റെ ഒഫീഷ്യൽ ലോഞ്ചിലേക്ക് കിടക്കുന്നു. I request the cover to be brought on stage. Yes. പിന്നെയും ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. ഇത് വളരെയധികം സർപ്രൈസ് സസ്പെൻസ് എലിമെന്റ്സ് ഉള്ള ഒരു പാട്ടായതുകൊണ്ട് തന്നെ നമുക്ക് കവർ പോലും കാണിച്ചു തരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് വിൽ ഡെഫിനറ്റ്ലി ലിസൺ ടു ദ സോങ് ലേറ്റർ ഓൺ. നിങ്ങൾ ഒഫീഷ്യലി റിലീസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ പാട്ട് കേൾക്കുന്നതാണ്. ബട്ട് ഐ ബിലീവ് വി ഹാവ് എ മേക്കിംഗ് വീഡിയോ. ഈ പാട്ടായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഈ സമയം കാണാം. സോ യെസ്, താങ്ക് യു സോ മച്ച് ഡിഗ്നിറ്ററീസ്. സോ ബാക്ക് സ്റ്റേജിൽ നിന്നും ഇവിടുന്നൊക്കെ വരുന്ന റിക്വസ്റ്റ് ശ്രീനാഥ് ഭാസി പാടുമെന്നാണ്. പാടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവും. ഇൻ കേസ് പാടാൻ പറ്റില്ലെങ്കിൽ വി റിക്വസ്റ്റ് യു ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ്. പാടി നോക്കണ ഓർമ്മയുണ്ടോ? ഇല്ല. ഹലോ, നമസ്കാരം. താങ്ക് യു ഗോപി ചേട്ടാ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സലാം ഭായ്. എന്നോട് എഴുതാനും പറഞ്ഞു ഈ പാട്ട്. അപ്പോൾ അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ കുറച്ചധികം മിസ്റ്റേക്സ് ഉണ്ട്, അത് ക്ഷമിക്കണം എന്ന് പറയാണ്. ബട്ട് താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. എനിക്ക് ഭയങ്കര ഐ എൻജോയ് മേക്കിംഗ് ഇറ്റ്. ഒരു രക്ഷയില്ലായിരുന്നു. സോ താങ്ക് യു ചേട്ടാ. താങ്ക് യു. എന്താ പറഞ്ഞോ? എന്നെ കൂടെ ചിരിച്ചായിരുന്നു സലാം ബുഹാരി. അതാണ് ആദ്യത്തെ എനിക്ക് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല ആദ്യത്തെ വാക്ക്. പറക്കാനെനിക്കറിയാം, എൻ മനസ്തുതിയ ഇതെനിക്കറിയാം. കുറക്കാനെനിക്കറിയാം. ഇതാണ് വെറുതെ കേട്ടിട്ട് ഞാൻ പാടി നശിപ്പിക്കുന്നത്. So I hope you guys enjoy കേൾക്കുമ്പോൾ. Thank you for the opportunity. Thank you so much, Srinath Bhasi. Today we are moving on to something very, very special. It's time for the launch of A&N release. So ഈ ഒരു സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതും പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്. So now we're moving on to the segment where we officially launch the distribution release. Inviting our producers on stage to be a part of these moments. ഏറെ ബഹുമാനത്തോടെ producers അസർ അമീറിനെയും റിയാസ് മുഹമ്മദിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉടുമ്പൻചോല വിഷൻ എന്ന സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്. നമുക്ക് അറിയാവുന്നതുപോലെ പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണ്. ദേ ആർ വെരി മച്ച് കോൺഫിഡൻറ്റ് ഇൻ ദ മൂവി. അതുകൊണ്ടാണ് അവർ തന്നെ ഈ ഒരു സിനിമയുടെ ഡിസ്ട്രിബ്യൂഷനും നടത്തുന്നത്. ഐ കം ടു നോ ദാറ്റ് ദേ ഗോട്ട് ബിഗ് പ്ലാൻസ് ഫോർ ദിസ് മൂവി. സോ ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻസ് എന്തൊക്കെയാണ് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. Moving on to the official release, A&N release-ന്റെ launch-ലേക്കാണ് ഈ സമയം കിടക്കുന്നത്. Inviting the producers, Azhar Amin and Riyaz Mohammed on stage. അവരോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിനെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ അനിൽ തൂലിക. നല്ലൊരു കൈയ്യടി നൽകി തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ 35 വർഷങ്ങളായി ഫിലിം ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് അദ്ദേഹം സജീവമാണ്. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത സൂപ്പർ ഹിറ്റ് സിനിമകളായ ആവേശം, ആടുജീവിതം, ARM തുടങ്ങിയ സിനിമകളുടെ ഡിസ്ട്രിബ്യൂട്ടറും അദ്ദേഹമാണ്. ആൻഡ് ഹി വിൽ ബി ഹെഡിങ് our distribution.
So now, ladies and gentlemen, we are moving on to the official release. I request the cover to be brought on stage. Producers Shri Anantuliyekku നൽകിക്കൊണ്ട് official release നടത്തുന്നതാണ്. A&N release, here we have the official logo. Udumanchola Vision എന്ന സിനിമയുടെ distribution നടത്തുക A&N release ആയിരിക്കും. Headed by Ani Dhulida. Thank you so much, producers. Anisar സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. സോ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സർ. ഏകദേശം 35 വർഷമായി. സർ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ ഈ പോസ്റ്റർ കണ്ടിട്ട് സാറിന് എന്താണ് തോന്നുന്നത്? എല്ലാവർക്കും നമസ്കാരം. സാധാരണ ഒരു ഡിസ്ട്രിബ്യൂഷൻ മാനേജർ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു 50-ാം ദിവസമോ അല്ലെങ്കിൽ ഒരു 100-ാം ദിവസമോ ഒക്കെ ആഘോഷത്തിൻ്റെ സമയമാണ്. എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട്. ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ ഇതിൻ്റെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ സമീപിക്കുകയും കുറച്ച് കാര്യങ്ങൾ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തു. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ പാട്ട് കണ്ടപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഒരു 200 സ്ഥലത്തെങ്കിലും ഈ പടം റിലീസ് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കേരളത്തിലെ നല്ല തിയേറ്ററുകൾ എടുത്തു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുത്ത് ചിത്രത്തിൻ്റെ വിജയത്തിനായിട്ട് പ്രയത്നിക്കും. ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ചിത്രത്തിൻ്റെ കണ്ടിട്ട് സസ്പെൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആരാണെന്ന് പോലും എനിക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾക്ക് കൊടുക്കുന്നു. ഈ ചിത്രം നല്ലൊരു വിജയമാകട്ടെ എന്ന് ഇതിൽ കൂടി ആശംസിക്കുന്നു. Thank you so much, sir. അപ്പോൾ കുറുക്കൻ്റെ കഥയാണോ കുറുക്കന്മാരുടെ കഥയാണോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ സിനിമ കാണണം. ഇനി ഉടുമ്പൻചോല വിഷൻ എന്ന സിനിമയുടെ ഇതുവരെയുള്ള യാത്രയെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം. Let's take a look at the journey of Udumanchola Vision.